ഹായ് നമസ്കാരം. സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സിന്റെ 4ാമത്തെ ടെക്നിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ടെക്നിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കസ്റ്റമറിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന റിസൾട്ട് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഓപ്ഷൻ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്. വളരെ സിമ്പിൾ ആണ്. പ്രസന്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കളർ ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് കസ്റ്റമറോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നു, സാർ ബ്ലാക്ക് ആണോ സാർ ഇഷ്ടപ്പെടുന്നത്, അതെ ഈ വൈറ്റ് കളറാണോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ കസ്റ്റമർക്ക് ഏത് മറുപടി പറഞ്ഞാലും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി പറയാൻ മാത്രമേ കസ്റ്റമർക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റാവുന്നതാണ്, ഇന്ന് നമ്മൾ കിച്ചണിലാണോ സാർ ഈ വാട്ടർ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതോ നമ്മൾ ഡൈനിങ് ഹാളിലാണോ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വെളിയിലാണോ ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഓവർ ഹെഡ് ടാങ്കിന് അടുത്താണോ നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷൻസുകൾ, ഏത് ഓപ്ഷൻസ് കസ്റ്റമർ തിരഞ്ഞെടുത്താലും അത് നമുക്ക് അനുകൂലമായ ഒരു സെയിലായി ഭവിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ടെക്നിക്സിനെയാണ് ഓപ്ഷൻ ക്ലോസിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഇത്. ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് അനുകൂലമായ ഒരു റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് അവസാനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി അവസാനിക്കുന്ന 2 ഓപ്ഷൻസ് കസ്റ്റമർ മുന്നിലേക്ക് വെക്കുകയും അവരിൽ നിന്ന് ആൻസർ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഒരൊറ്റ കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ദ പ്രഷർ ഓഫ് സൈലൻസ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്സ് കൂടെ ഇതിനോടുകൂടെ ചേർന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്? നമ്മൾ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ ആൻസർ പറയുന്നത് വരയ്ക്കും നമ്മൾ ഒരു കാരണവശാലും ഒരു ശബ്ദം പോലും ഉരിയാടാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അപ്പൊ അത് എല്ലാവരും കൃത്യമായിട്ട് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ റിസൾട്ട് നൽകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു അഗെയിൻ. താങ്ക് യു.